എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു 2-3 ടിപ്പുകളാണ് പറഞ്ഞു തരുന്നത്. ഈ ഉപ്പിനെ കുറിച്ചിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. ഉപ്പ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും? കല്ലുപ്പ് നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഗാർഗിൾ ചെയ്യാൻ കല്ലുപ്പ് ഉപയോഗിക്കും. അതുപോലെ തന്നെ കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ ആവി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൂക്കടപ്പൊക്കെ മാറിക്കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും. പിന്നെ നമുക്ക് കല്ലുപ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രമോ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഏകദേശം അത് ഫുള്ളായി നിൽക്കണവരേക്ക് തന്നെ ആക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മളുടെ വീട്ടിലുള്ള നമുക്ക് ഒട്ടും മൂർച്ചയില്ലാത്ത കത്തികളോ കത്തിരികളൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് നമ്മൾ ഇതിലൊന്നിങ്ങനെ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല മൂർച്ച കൂടും. കത്തിയുടെ മൂർച്ച നല്ലോണം കൂടും. അതുപോലെ തന്നെ വീട്ടിൽ കത്തിരി ഉണ്ടാവില്ലേ, മൂർച്ചയില്ലാത്ത കത്തിരികളൊക്കെ, അതൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല മൂർച്ച കൂടി വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഈ കത്തിരിയാണെങ്കിൽ ഒട്ടും മൂർച്ചയില്ലാത്തൊരു കത്തിരിയായിരുന്നു. ഇങ്ങനെ ഉപ്പിലൊന്ന് ഇട്ട് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ നല്ല മൂർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ വീട്ടിലുള്ള മിക്സിയുടെ ജാറ് കുറച്ച് പഴക്കം കഴിയുമ്പോൾ അതിൻ്റെ ജാറിൻ്റെ ബ്ലേഡിനൊക്കെ മൂർച്ച കുറയില്ലേ, അതിനൊക്കെ നമുക്ക് മൂർച്ച കൂട്ടാനായിട്ട് ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഈ മിക്സിയുടെ ജാറിൻ്റെ ആ ബ്ലേഡിന് നല്ല മൂർച്ച കൂടി കിട്ടും. പിന്നെ ഇതേപോലെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് നമ്മുടെ വീട്ടിൽ പാത്രങ്ങളൊക്കെ കഴുകണ സിങ്കില്ലേ, ആ സിങ്കിൽ ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നിറയെ പ്രാണികളും അതെന്തൊക്കെ ചില സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ സിങ്കൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലോക്കും മാറിക്കിട്ടും, ബാഡ് സ്മെല്ല് പോവും, പ്രാണികളും പാറ്റകളും ഒക്കെ വരുന്നത് ഒഴിവായി കിട്ടും. അതിന് ശേഷം ഇങ്ങനെ ഇത് ഒഴിച്ചതിന് ശേഷം തന്നെ കുറച്ച് പച്ചവെള്ളം നമ്മൾ ടാപ്പ് തുറന്ന് ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മളുടെ പൈപ്പൊക്കെ ചിലപ്പോൾ ഒന്ന് ഇതായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.